ടെക് പി എസ് സിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ്, സോ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ ഒരു ജോലിയുടെ പ്രത്യേകത എന്താണെന്നുള്ളതും അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും. അപ്പൊ അത് ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഓറിയന്റേഷൻ സെഷനാണ് ഇന്ന് നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതില് ഈ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അത് അപ്ലൈ ചെയ്യണം, അത് വൈകിക്കരുത്. കാരണം ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കി അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോവാം. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു പോസ്റ്റ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതായത് ഒരു ബിടെക് ഇലക്ട്രോണിക്സ് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് ഈ ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. കാരണം അതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 20 മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഏറ്റവും പഠിച്ചിറങ്ങി നിൽക്കുന്ന കുട്ടികൾക്ക് നമുക്കൊരു സ്റ്റേറ്റ് ലെവൽ PSC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ജോബാണ് ഈ ഒരു ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് ജോബാണെന്നുള്ളതാണ്. ബാക്കിയുള്ള ജോലിയൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ജോലി ചെയ്യാൻ ഒരു നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു ജോലിയാണ് ഈ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ലെക്ചറർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഒരു ജാനുവരി ഫസ്റ്റ് വീക്കോട് കൂടി നിങ്ങൾ എല്ലാവരും ചെയ്തു തുടങ്ങി കാണും. അപ്പോൾ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യുക. കാറ്റഗറി നമ്പർ 720/2024 അതാണ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ. സോ ഇനിയും ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ പോസ്റ്റിന്റെ പേര് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോ ഇതിന്റെ പേ സ്കെയിൽ AICTE സ്കെയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 7th പേ സ്കെയിൽ വെച്ചിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പേ സ്കെയിൽ എബോവ് 50,000 ആണ്. അതിന്റെ ബേസിക് പേ തന്നെ 50,000 എബോവ് ആണ്. പിന്നെ HRA DA ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 20-21 വയസ്സുള്ള ഒരു കാൻഡിഡേറ്റിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് ലെവൽ PSC എക്സാംസിൽ ഏറ്റവും ബെസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുക. ജനറൽ കാറ്റഗറി പറയുന്നത് 20 to 39 ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ റിലാക്സേഷൻ വരും ബാക്കിയുള്ള കാറ്റഗറി. റിസർവേഷൻ ഉള്ള കാറ്റഗറീസിന് അതിന്റെ റിസർവേഷൻ നോംസ് അനുസരിച്ചിട്ടുള്ള ജനറൽ ലിമിറ്റ് ആണ് പറയുന്നത് 20 to 39. സോ നമ്മുടെ വേക്കൻസീസ് എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് എന്നാണ് നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നതെങ്കിലും മിനിമം ഒരു 50 വേക്കൻസീസ് എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ബിടെക് ഇലക്ട്രോണിക്സുകാരന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോബാണ്. അതുപോലെ അവർ പ്രിഫറൻസ് പറയുന്നുണ്ട്, ഇലക്ട്രോണിക്സിന് ഒരു ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് പ്രിഫറൻസ് പറയുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗുകാർക്കും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിൽ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ് ബിടെക് ഡിഗ്രിയാണ് ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബിടെക് ഇൻ EC. സോ ഇവർക്കെല്ലാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തേക്കുന്നത് 29/1/2025 ആണ്.
അപ്പോൾ ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കരുത്, ഉടൻ തന്നെ അത് അപ്ലൈ ചെയ്യുക. കാരണം ഈ ഒരു ജോബിന്റെ ഇമ്പോർട്ടൻസ് അത്രയാണ്. കാരണം നമ്മൾ സാധാ ജോലി പോലെയുള്ള ഒരു പോസ്റ്റ് അല്ല ഇത്. ഇത് അത്രയ്ക്ക് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. അതുപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ആ ഒരു പോസ്റ്റ് അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പൊ അതാണ് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്നും പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏജ് ലിമിറ്റ് 20 to 39 ആണ്. സോ അത്രയും ഏജ് ലിമിറ്റിലുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഇതിന്റെ എക്സാം കലണ്ടറും വന്നിട്ടുണ്ട്. എക്സാം കലണ്ടർ ആ ഒരു ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും അത് പറയുന്ന ആ ഒരു പീരീഡ് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ ആണ്. സോ നമുക്കിനി ഒരു 7 to 8 months ഉള്ളൂ. സോ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് അതിന്റെ സിലബസ് കവർ ചെയ്യണം. ആ ഒരു സിലബസ് നമ്മളൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാനോട് കൂടി ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു 7 to 8 months നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെൽഫ് പ്രിപ്പറേഷൻ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഒരു ബിടെക് കോഴ്സിൽ പഠിക്കുന്ന ഒരുവിധ എല്ലാ സബ്ജക്റ്റുകളും, എല്ലാ കോർ സബ്ജക്റ്റുകളും, അതുകൂടാതെ തന്നെ ബേസിക് പേപ്പേഴ്സും വരുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ ഒരു സെൽഫ് പ്രിപ്പറേഷൻ എടുക്കുവാണെങ്കിൽ ഇത് 1 year അല്ലെങ്കിൽ 1.5 years ഒക്കെ കൊണ്ടേ നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ടെക് PSCയിലൂടെ നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു പ്ലാൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അതിവിടെ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് അതിലേക്ക് പോവാം. നമ്മുടെ സിലബസിലേക്ക് ആദ്യം പോവാം. സിലബസും റെഫറൻസസും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഓരോ മോഡ്യൂൾസിലും ആവശ്യമായിട്ടുള്ളത്, ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പൊ അതില് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇതിന്റെ ലാസ്റ്റ് വേക്കൻസീസ് ഫില്ല് ചെയ്തിട്ടുള്ള വേക്കൻസീസ് നമ്മൾ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ലാസ്റ്റ് 2021 നടന്ന എക്സാംസിൽ ക്വാളിഫൈ ചെയ്തതിൽ അന്ന് ഒരു 95 വേക്കൻസീസോളം ഫില്ലായിട്ടുണ്ട്. 2023 ഓഗസ്റ്റിലാണ് ലാസ്റ്റ് ഫില്ലായത്. സോ അതിൽ 70 എന്ന് പറയുന്ന ഓപ്പൺ മെറിറ്റ് കാറ്റഗറിയിൽ വേക്കൻസീസ് ഫില്ലായിട്ടുണ്ട്. സോ ഈ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറയുന്നത് നല്ല വേക്കൻസീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത് ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ, സിലബസിൽ ഇവിടെ മോഡ്യൂൾ 1, മോഡ്യൂൾ 2 ഇങ്ങനെ 2 രീതിയിൽ സിലബസ് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ മോഡ്യൂൾ 1 നമുക്ക് മാത്സ് വരുന്നുണ്ട്. ഞാനത് ഓരോ സെക്ഷനായിട്ട് അതിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ടെക്നിക്കൽ മാത്തമാറ്റിക്സിന് കഴിഞ്ഞ തവണ എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേരി ചെയ്യും. എങ്കിലും മാത്സിന് നമുക്ക് 10 marks ആണ്. ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ പോളിടെക്നിക്, ആ ഒരു സിലബസ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താലും, ഈസിയുടെ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ റെഫർ ചെയ്താലും നമുക്ക് മാത്സിൽ നിന്ന് മാത്രമായിട്ട് ഒരു 10 മാർക്കിനുള്ള ചോദ്യമുണ്ട്. അതായത് നമ്മുടെ ബേസിക് കോഴ്സ് അല്ലെങ്കിൽ മോഡ്യൂൾ 1 മാത്സിനുള്ള വെയിറ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്ക് ഈ ഇത്രയും യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് ചോദിക്കും. അപ്പോൾ 10 മാർക്കാണ് അതിന്റെ ഒരു വെയിറ്റേജ് പറയുന്നത്. അത് എക്സാക്ട്ലി 10 എന്നല്ല, അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറെങ്കിലും ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ അതിൽ 10 മാർക്കോളം മാത്സിന് വരും. ദെൻ ഇത് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ആണ്. അപ്പം റെഫറൻസ് ടെക്സ്റ്റ് വെച്ച് നമുക്ക് ഒരു സെൽഫ് പ്രിപ്പറേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരുപാട് സമയം എടുക്കും നമുക്കത് ആ ഒരു സിലബസ് കവർ ചെയ്തെടുക്കാൻ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മാത്സിന്റെ സിലബസ് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും പോർഷൻസ് നമുക്ക് ഒരാളെ കൊണ്ട് അതിരുന്ന് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന ഹെൽപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതൊരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ആണ്, അത്യാവശ്യം നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്, ഗീത വേണുഗോപാൽ. സോ നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗിലൊക്കെ സെമസ്റ്റർ 1 യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ അത് ബേസിക് ആയിട്ട് വരുന്ന മാത്തമാറ്റിക്സ് കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സിവിൽ, ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്സ് പറഞ്ഞതുപോലെ തന്നെ 10 വെയിറ്റേജ് മാത്സിനുണ്ടെങ്കിൽ സിവിലിനും അതുപോലെ തന്നെ വെയിറ്റേജ് ഉണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ ചോദിച്ചത്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്ക് നമ്മുടെ ബേസിക് സിവിലിനാണ്. അപ്പൊ ഇത് നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള
ഈ ബ്രിക്ക് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ പാർട്സ് എന്തൊക്കെയാണ്, സർവേയിങ് എന്താണ്, ലെവലിംഗ് എന്താണ്. അപ്പൊ അങ്ങനെ നമ്മളിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഒരു പേപ്പറാണ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരു വെൽ പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിലബസ് നമുക്കത് കൺസോളിഡേറ്റ് ചെയ്ത് നമ്മുടെ രീതിയിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക് സിവിലിൽ നിന്നുള്ള 5 മാർക്കും നമുക്ക് അതിനകത്ത് സ്കോർ ചെയ്യേണ്ടതാണ്. അപ്പൊ ബേസിക് സിവിലിൽ നിന്ന് 5 മാർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് മെക്കാനിക്കൽ, അപ്പൊ അതിന്റെ സിലബസ് ഇപ്പൊ 2 യൂണിറ്റുകളായിട്ടാണ് കൊടുത്തേക്കുന്നതെങ്കിലും അത്യാവശ്യം അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒരു ബെഞ്ചമിൻ സാറിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമ്മൾ ബേസിക് മെക്കാനിക്കൽ റെഫർ ചെയ്യാറുണ്ട്. അത് നല്ല ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ അതുപോലെ തന്നെ ബേസിക് സിവിലിനും ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ബേസിക് സിവിലിനും മെക്കാനിക്കലിനും കൂടെ കമ്പൈൻ ചെയ്തു വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ ബിടെക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് റെഫർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ അത്യാവശ്യം ഫസ്റ്റ് ഇയറിൽ വരുന്ന ബേസിക് പോർഷൻസ് ആണ് ഈ സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നമ്മളിപ്പോ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ട് വരുന്ന സിവിൽ ആൻഡ് മെക്കാനിക്കൽ പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു സിലബസിലൂടെ കവർ ചെയ്യുന്നത്. അപ്പൊ സിവിൽ ആയാലും മെക്കാനിക്കൽ ആയാലും നിങ്ങൾ ഈ 2 സ്ട്രോക്കോ അല്ലെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരു ക്ലാസ് നമ്മുടെ ഇപ്പം ടെക് PSC ഓർഗനൈസ് ചെയ്യുന്ന ഒരു ലൈവ് ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ അല്ലെങ്കിൽ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടി വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ലൈവ് സെഷൻസ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകളും ഈ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മോഡ്യൂൾ വൈസ് നമുക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഡിസ്കസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും. സോ അങ്ങനെയുള്ള ഒരു സ്റ്റഡി കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് പീരീഡിൽ നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റൂ. അപ്പൊ വളരെ പെട്ടെന്ന് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. നമ്മളൊക്കെ കാരണം 2021 ഇതിന്റെ ഒരു എക്സാം നടന്നു. പെട്ടെന്ന് തന്നെ അടുത്ത ഒരു എക്സാം വിളിച്ചു. അപ്പൊ നമുക്ക് ഇനി ആ ഒരു 7 to 8 മന്തിൽ നമുക്കിത് കവർ ചെയ്യണമെങ്കിൽ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡിലൂടെ നമുക്കിത് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു BME എന്ന് പറയുന്ന ഒരു പേപ്പറാണ്, ഒരു സബ്ജക്റ്റ് ആണ്. ബേസിക് സിവിൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു സെൽഫ് പ്രിപ്പറേഷൻ കൊണ്ട് മാത്രം ഇത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ബേസിക് മെക്കാനിക്കലിൽ നിന്ന് 5 മാർക്കേ ഉള്ളൂ. അത് സ്കിപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കരുത്. ആ 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുക. കാരണം നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറൌണ്ട് 46 ആ ഒരു റേഞ്ചിലാണ് അതിന്റെ കട്ട് ഓഫ് വന്നത്. ദെൻ അതേപോലെ തന്നെ അതിന്റെ ടോപ്പിൽ വന്നത് 62 സംതിങ് ആണ് ആ ടോപ്പിൽ വന്ന ആ ഒരു കാൻഡിഡേറ്റിന് കിട്ടിയത്. സോ നമുക്ക് ഒന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 62-നെക്കാട്ടി എബോ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ കട്ട് ഓഫ് ഒക്കെ നമുക്കറിയാം, ഏകദേശം ഓരോ എക്സാംസിനും അത് കട്ട് ഓഫുകൾ മാറിക്കൊണ്ടിരിക്കും ആ ഒരു ക്വസ്റ്റിന്റെ ഒരു ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട്. സോ നമ്മുടെ ബേസിക് മെക്കാനിക്കൽ ഇത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഒരു 5 ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുക എങ്ങനെയാണ് BME അല്ലെങ്കിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആ ഒരു 2 മോഡ്യൂളിൽ നിന്ന് നമുക്ക് ആ ഒരു 10 മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ ഞാനിവിടെ മോഡ്യൂൾ 1 തന്നെയാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്, ABC ആയിട്ട് നമ്മുടെ സിലബസിൽ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് മാത്സിന് 10 മാർക്ക്, അല്ലെങ്കിൽ ബേസിക് സിവിലിന് 5 മാർക്ക്, ബേസിക് മെക്കാനിക്കലിന് 5 മാർക്ക്. അപ്പോൾ അവിടെ തന്നെ ഒരു 30 മാർക്ക് നമ്മുടെ ഈ ഒരു മോഡ്യൂൾ 1 കവർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പേപ്പേഴ്സിൽ നിന്ന്, ഇൻക്ലൂഡിംഗ് മാത്സ്. സോ BME ആൻഡ് BCE അല്ലെങ്കിൽ ബേസിക് സിവിൽ ആൻഡ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു കോമൺ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഇയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ദെൻ ഇനിയുള്ള പോർഷൻസ് നമ്മുടെ ബേസിക് ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരിക്കും.
അപ്പൊ അതിപ്പോ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് കുറച്ചെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കുറച്ചും കൂടെ അതുമായിട്ട് ഇപ്പം ബേസിക് സിവിൽ അല്ലെങ്കിൽ ബേസിക് മെക്കാനിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ട് നമ്മൾ കളയുന്ന ഒരു പേപ്പറാണ് ബേസിക് സിവിൽ ആൻഡ് ബേസിക് മെക്കാനിക്കൽ. അപ്പൊ അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു റെക്കോർഡഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മുടെ ലൈവ് സെഷൻസിലൂടെ നമുക്കിപ്പം BME ഒക്കെ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് ചില അനിമേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതേപോലെ തന്നെ ബേസിക് സിവിലും. അപ്പൊ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങൾ വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു സെൽഫ് പ്രിപ്പറേഷൻ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും അത് കവർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ബേസിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തവണ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പഠിക്കാവുന്ന പേപ്പേഴ്സ് ആണ് ബേസിക് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അല്ലെങ്കിൽ നമ്മുടെ ലൈവ് സെഷൻസിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പോർഷൻസ് ആണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു 5 മാർക്ക് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ അടുത്തത് ബേസിക് മെക്കാനിക്കൽ. അപ്പൊ ബേസിക് ഇലക്ട്രിക്കലിന്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാബുജാൻ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിക്കാറുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ബേസിക് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻസും അല്ലെങ്കിൽ അതിന്റെ തിയറിയൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ ബേസിക്. കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് തെരാജ യൂസ് ചെയ്യാം. തെരാജ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇതിനകത്തും കുറച്ച് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെയാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ്, നമ്മുടെ ലൈവ് ക്ലാസ്സസും നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും പല ടെക്സ്റ്റ് ബുക്കുകളും റെഫർ ചെയ്തിട്ട് കവർ ചെയ്യുന്ന പോർഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 10 ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നതിന് ഈക്വലന്റ് ആയിട്ട് ആ ഒരു നോട്ട്, ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു സിലബസ് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പല ടെക്സ്റ്റ് ബുക്കുകളും റെഫർ ചെയ്തിട്ട് ഓരോ ടോപ്പിക്കുകളും അതിന്റെ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന്റെ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ബേസിക് ഇലക്ട്രിക്കൽ ക്ലാസ്, അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും അതിന്റെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ബേസിക് പോർഷനിലെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മോഡ്യൂൾ. അപ്പോൾ ഇത് നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന പാർട്ട് ബി എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഏരിയ ആണ് നമ്മുടെ പാർട്ട് ബി എന്ന് പറയുന്നത്. എങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സും നമുക്ക് പഠിക്കണം. അതിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസും അതുപോലെ തന്നെ എന്താണ് ഒരു സ്വിച്ച്, അതുപോലെ തന്നെ മൈക്രോ കൺട്രോളറിന്റെ ഒക്കെ ബ്ലോക്ക് ഡയഗ്രാംസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അത് CDMA എന്താണ്, GSM എന്താണ്, 2G 3G ഇതെങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോഡ്യൂൾ 1-ൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്കത് പെട്ടെന്ന് ഇപ്പൊ അതിനകത്ത് ഒരു വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ തന്നെ ഇപ്പൊ ബേസിക് ഇലക്ട്രിക്കലി നിന്ന് ചോദിക്കാം, വോൾട്ടേജും കറണ്ടും പവറും ഒക്കെ തമ്മിലുള്ള റിലേഷൻസ്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇലക്ട്രിക്കലി നമുക്ക് ചോദിക്കാം. പക്ഷെ ഇലക്ട്രോണിക്സിലേക്ക് വരുവാണെങ്കിൽ ഇത് ബേസിക് ആയിട്ട് വരുന്ന ഇപ്പൊ ഒരു റെക്ടിഫയറിന്റെ കമ്പാരിസൺ അതൊക്കെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ റെക്ടിഫയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടും. നമ്മുടെ LED കാര്യങ്ങൾ അതൊക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ബേസിക് കാര്യമാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഇത്രയാണ്. ഇതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ മോഡ്യൂൾസിൽ നിന്നെല്ലാം നമുക്ക് അറൌണ്ട് ഒരു 30 മാർക്സിനാണ് ഈ മോഡ്യൂൾ 1-ൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബേസിക് ഇലക്ട്രോണിക്സിന് പറ്റിയൊരു നല്ല ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇപ്പൊ അത്യാവശ്യം ഒരു ബേസിക് ഇലക്ട്രോണിക്സിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ NN ഭാർഗവ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. ഇത് നമുക്ക് PDF ആയിട്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ ഇലക്ട്രോണിക്സിനെ പറ്റി ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുവാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. അപ്പൊ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അല്ലാതെ ഈ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പൊ നമുക്ക് ഡയോഡിന്ന് അല്ലെങ്കിൽ ഒരു LED എന്തെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. അപ്പൊ ഇത് കൂടാതെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സിന് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഗോപകുമാർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ക്യാപ്സ്യൂൾ പോലെ നമുക്ക് പഠിച്ചിട്ടുള്ള ചില ടെക്സ്റ്റ് ബുക്കുകളാണ്.
അപ്പം അതിലൊക്കെ നല്ല ഒരു ഓപ്ഷനാണ് ഈ NN ഭാർഗവ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക്. റെഫർ ചെയ്യാൻ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ദെൻ ഇനിയാണ് നമ്മുടെ കോർ പാർട്ടിലേക്ക് വരുന്നത്. നമ്മുടെ 70 മാർക്സും ഇനി മോഡ്യൂൾ 2-നകത്താണ് കവർ ചെയ്യുന്നത്. 70 മാർക്സും മോഡ്യൂൾ 2-ലാണ് കവർ ചെയ്യുന്നത്. അപ്പൊ ബേസിക് പാർട്ട് നമ്മൾ പറഞ്ഞിരുന്നു, മാത്സിനാണ് അതിനകത്ത് കുറച്ചും കൂടെ വെയിറ്റേജ് വരുന്നതെങ്കിലും ബാക്കിയുള്ള ഓരോന്നിന്റെയും വെയിറ്റേജ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നും സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും ഒരു എക്സാമിനേഷന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് എക്സാമിന്റെ കട്ട് ഓഫ് ആ ഒരു 40-50 റേഞ്ചിലാണ് വന്നതെങ്കിൽ അടുത്ത എക്സാമിന്റെ സ്ലൈറ്റ് വേരിയേഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. എങ്കിലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ആ ഒരു കട്ട് ഓഫ് പറയാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ നല്ലതായിരുന്നെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്ത് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ സെക്ഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് മാറാം. ഇപ്പം ചില ടോപ്പിക്കുകൾ ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ട് പോയിട്ടുള്ള ഒരു പോർഷൻ ആണെങ്കിൽ അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ മോസ്ഫെറ്റ് പഠിച്ചിട്ട് പോവാണ്, ആ മോസ്ഫെറ്റിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ അത് വളരെ എളുപ്പമാണ്, നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ എല്ലാത്തിനെയും കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടായി എക്സാം എഴുതുമ്പോഴാണ് നമുക്കത് എന്താണ് ഫുൾ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു കട്ട് ഓഫ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം. നമ്മൾ ഒരു നിമിഷം പോലും കളയാതെ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ മോഡ്യൂൾ 2-ന്റെ ഫസ്റ്റ് സെക്ഷനിലോട്ട് വരാം. അത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. അപ്പൊ നമുക്കെല്ലാം പേടിയായിട്ട് കാണുന്ന അത്യാവശ്യം ഒരു ഏരിയ ആണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. കാരണം കുറച്ച് അനാലിസിസും അല്ലെങ്കിൽ കുറെ കാര്യങ്ങളും കുറെ ഫിഗേഴ്സും അല്ലെങ്കിൽ കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചിലപ്പോ നമുക്ക് 2 സബ്ജക്റ്റ് ആയിട്ടൊക്കെ പഠിച്ചവർ കാണാം. പഴയ സ്കീമിലൊക്കെ ഇത് 2 ഇലക്ട്രോണിക് സർക്യൂട്ട്സ് 1, 2 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. അപ്പൊ ഒരുവിധം ഇലക്ട്രോണിക് സർക്യൂട്ട്സിന്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു സിലബസ് ആണിത്. ഇതിനെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഇതിനകത്ത് ബേസിക് ആയിട്ട് ഡയോഡ് മുതൽ ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ട്രാൻസിസ്റ്റർ കഴിഞ്ഞ് ആംപ്ലിഫയേഴ്സ്, ട്രാൻസിസ്റ്റർ തന്നെ BJTയും JFETും മോസ്ഫെറ്റും ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ രസകരമായിട്ട് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ദെൻ ബയാസിംഗ് മെത്തേഡ്സ്, ട്രാൻസിസ്റ്ററിന്റെ ബയാസിംഗ് മെത്തേഡ്സ് ഏതാണ്, അതുപോലെ തന്നെ ആംപ്ലിഫയേഴ്സ്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. കഴിഞ്ഞ തവണ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ നിന്ന് 2 ചോദ്യമാണ് ചോദിച്ചത്. 2 ചോദ്യം ഒരേ പാറ്റേണിൽ തന്നെ നമുക്ക് 2 ചോദ്യം അതിനകത്ത് നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇപ്പൊ ഈ ഓരോ യൂണിറ്റിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡയോഡിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓസിലേറ്റേഴ്സ് നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ ഓസിലേറ്റേഴ്സ്, പല ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ഏകദേശം ഈ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നിന്ന് മാത്രം ഒരു 15 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് 15 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 14 ആ ഒരു റേഞ്ചിൽ ഉറപ്പാണ്. നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നിന്ന് നമുക്ക് ആ ഒരു 15 ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് ഏതായിരിക്കും എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ കൂടാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ഇത്രയാണ് കവർ ചെയ്യുന്നത്. അപ്പൊ അതിന് പറ്റിയ ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. അതിൽ സെദ്ദ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ബോയിൽസ്റ്റഡ്. ഇത് അത്യാവശ്യം ഒരു വലിയൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. എങ്കിലും നമുക്കിപ്പോ ഒരു സംശയം വരുവാണെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോയ്സ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പം സെദ്ദ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ദെൻ ഇതില് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സെദ്ര ആൻഡ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടി ഉണ്ട്. സെദ്ര അതും നല്ല ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പൊ നമുക്ക് വേറെ ഒരു ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യുമോ അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് റെഫർ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോ ഒരു 1 ഇയർ എടുത്താൽ തന്നെ അത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെൽഫ് സ്റ്റഡിക്ക് നമുക്ക് പറ്റില്ല ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഒരു റെഫറൻസ് മാത്രമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം വരുവാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ
നമ്മൾ ലൈവ് സെഷൻസിൽ ഒരു ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം വന്നെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു മെന്ററിനോട് തന്നെ ചോദിക്കാം. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു ആ ഒരു പോർഷൻ ഒന്നും കൂടെ വായിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. നമുക്ക് ഒരാളുടെ ഒരു ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും നമുക്ക് ആ ഒരു പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതാണ് ടെക്സ്റ്റ് ബുക്കുകൾ. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സർക്യൂട്ട്സിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇത്. അനലോഗ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഓപാമ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബിടെക്കിൽ പഠിച്ചിട്ടുള്ള ഒരു പേപ്പറാണ്. നമുക്കറിയാം ഏറ്റവും കോറായിട്ടുള്ള ഒരു ഏരിയ ആണ് ഓപാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓപാമ്പിനെ കുറിച്ച് ഓപാമ്പിൽ നിന്ന് കഴിഞ്ഞ തവണ 13 to 14 ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 13 അല്ലെങ്കിൽ 14 ക്വസ്റ്റ്യൻസ്, എക്സാക്ട്ലി 13 or 14 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഓരോ ഈ മൊഡ്യൂൾ 2 ഓരോ പോർഷനിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും. നമുക്ക് അറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓരോ സബ്ജക്റ്റ് ആയിട്ടാണ്. LIC എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഒരു 15 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ സിലബസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ബിടെക്കിന് പഠിച്ചിട്ടുള്ള സിലബസിൽ ഒരുവിധം എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അന്ന് പഠിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു സ്റ്റഡി മെത്തേഡ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിനെ ഒരു ക്യാപ്സ്യൂൾ ആക്കി നമുക്ക് പഠിക്കാൻ പറ്റണം. ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് അതിനെപ്പറ്റി അറിയണം. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു സിലബസ് എങ്ങനെയാണ് പോയേക്കാൻ നോക്കുക. ഇതിനകത്ത് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മളിപ്പോ അതിപ്പോ ഒരു 5 മോഡ്യൂളായിട്ടായിരിക്കും നമ്മൾ ബിടെക്കിന് പഠിച്ചത്. ആ 5 മോഡ്യൂൾസ് തന്നെ ചില പോർഷൻസ് ഒക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണും. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിയാൽ മതി, ഓപാമ്പിന്റെ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു 741 ഓപാമ്പ് എന്താണ്, സമ്മിങ് എന്താണ്, ഇൻവേർട്ടിങ് എന്താണ്, ഇന്റഗ്രേറ്റഡ്, ഡിഫറൻഷിയേറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അസ്റ്റേബിൾ എന്താണ്, മോണോസ്റ്റേബിൾ എന്താണ്. അപ്പൊ അങ്ങനെ 555 ബ്ലോക്ക് ഡയഗ്രാം, PLL എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ PLL നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഗ് ആംപ്ലിഫയർ, ഇതൊക്കെയാണ് കഴിഞ്ഞ തവണ നമ്മുടെ ഓപാമ്പ് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു തവണ നമ്മളൊന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അല്ലാതെ വലിയൊരു പ്രോബ്ലംസോ അങ്ങനെ ഇപ്പൊ സർക്യൂട്ട്സിൽ നിന്ന് 1-2 പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഈ ഒരു പോർഷനിൽ നിന്ന് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റിൽ നിന്നൊക്കെ കുറച്ച് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരുന്നു. അതായത് നമുക്ക് അത് ഒരു തവണ ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ പ്രിപ്പറേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ ഇതെല്ലാം ബിടെക്കിന് പഠിച്ചതാണ്, എവിടെയോ പഠിച്ചിട്ടുള്ളതാണ്, അങ്ങനെ ഒരു ഫീല് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കത് ഒരു തവണ ഒന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മളത് ബിടെക്കിന് പഠിച്ച ഒരു സബ്ജക്റ്റ് ആണ്, ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. സോ അതിന് നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റണം ഓരോ സബ്ജക്റ്റും. അപ്പൊ അത് നമുക്ക് പറ്റും. സോ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിന് വേറെ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. റോയ് ചൗധരി തന്നെയാണ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള റോയ് ചൗധരി ടെക്സ്റ്റ് ബുക്ക് വളരെ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. നമുക്ക് എന്തെങ്കിലും റെഫറൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന. അതുപോലെ തന്നെ ഗെയ്ക്വാദ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതും നമ്മൾ ഫിൽറ്റേഴ്സ് ഒക്കെ പഠിക്കാൻ, ഇപ്പൊ ഇതിനകത്ത് ഫിൽറ്റേഴ്സ് നിങ്ങളുടെ സിലബസിൽ ഫിൽറ്റേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ഇതൊക്കെ കവർ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഗെയ്ക്വാദ് ആണ്. അതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്, PDF അവൈലബിൾ ആണ്. അപ്പോൾ അതും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന, ആ ഫിൽറ്റർ സെക്ഷനൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ഗെയ്ക്വാദ് ആണ്. അപ്പോൾ അത് റോയ് ചൗധരിക്കകത്തും അത് കവർ ചെയ്യുന്നുണ്ട്. ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ നമ്മളൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ പ്രോബ്ലം ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് -RF/R1 അല്ലെങ്കിൽ 1+RF/R1 ആ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന സിമ്പിൾ പ്രോബ്ലംസ് ആണ് ചോദിച്ചത്. പക്ഷെ ആ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് അറിയണം, അത് എന്തിന്റെ ഇക്വേഷൻ ആണെന്നുള്ളത് അറിയാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അല്ലാതെ വലിയ അനാലിസിസോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഈ ഒരു PSC എക്സാമിന് ചോദിക്കില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്ന ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ദെൻ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ബിടെക് സിലബസിൽ കുറച്ചും കൂടെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഠിക്കാനും ഉണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ പോർഷൻ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്ത് പഠിക്കുന്നതാണ്, എക്സെപ്റ്റ് മൈക്രോ പ്രോസസ്സസ്. ഇവിടെ 8086
അതുപോലെ തന്നെ മൈക്രോ കൺട്രോളേഴ്സും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് ഒരു ചോദ്യമാണ് ഒരെണ്ണം ചോദിച്ചത്, പിന്നെ ഒരെണ്ണം ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മൈക്രോ പ്രോസസ്സിംഗ്. അപ്പൊ 2 ചോദ്യം ഏകദേശം മൈക്രോ പ്രോസസ്, 2-3 ചോദ്യം ആ മൈക്രോ പ്രോസസർ ഏരിയയിൽ നിന്ന് വന്നു. ബാക്കി ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് ഒരു 13 to 14 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നും പ്രോസസ്സേഴ്സ് നിന്നും മൈക്രോ കൺട്രോളേഴ്സുമായിട്ട് ഈ ഒരു സിലബസ് ഇത് ചോദിച്ചു. അപ്പൊ എല്ലാ മോഡ്യൂളിൽ നിന്നും ഏകദേശം ഒരു 15 മാർക്ക്. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ചിലപ്പോൾ 15 ക്വസ്റ്റ്യൻസും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നായിരിക്കും. അപ്പൊ അത് വേരി ചെയ്യും. 15, 13, 14 ആ ഒരു റേഞ്ചിൽ ഓരോ മോഡ്യൂൾസിലും ചോദിക്കാറുണ്ട്. അപ്പം ഡിജിറ്റല് നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അത് ഈ കൺവേർഷൻസ് ആയാലും ഏതെങ്കിലുമൊക്കെ ഒരു കൺവേർഷൻസ് ചോദിക്കാം, അതല്ലെങ്കിൽ ഒരു കെ മാപ്പ് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ബൂലിയൻ എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ അത്യാവശ്യം ലോസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. കഴിഞ്ഞ തവണയും ഡിജിറ്റലിൽ നിന്ന് റിഡക്ഷൻ ചോദിച്ചിരുന്നു. ഗേറ്റുകളൊക്കെ തന്നിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നെ ഔട്ട്പുട്ട് എഴുതാനും SOP POS റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ അതൊക്കെയായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ അതൊക്കെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അല്ലാതെ വല്ല അനാലിസിസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ദെൻ ADC DAC നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ADCയും DAC ഒക്കെ പഠിച്ചു. അതിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിലബസ് ആണോ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് മൈക്രോ പ്രോസസ്സിന് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്കത് വളരെ ഇപ്പൊ നിങ്ങൾ സിലബസ് കണ്ട് ഇത്രയും പഠിക്കണോ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. കാരണം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരാൾ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു BCD അല്ലെങ്കിൽ XS3 എന്നുള്ളത് നമ്മളൊരു ലൈവ് സെഷനിലൂടെ നമ്മളത് പഠിക്കുവാണെങ്കിൽ ജസ്റ്റ് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അത് എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ആ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അത് ഫുൾ ആ ഒരു സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടെക്സ്റ്റ് ബുക്ക് ആനന്ദ് കുമാർ ആണ്. നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന വേറെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഏറ്റവും നല്ല ഫുൾ കാര്യങ്ങൾ കവർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ആനന്ദ് കുമാർ തന്നെയാണ്. ദെൻ മൈക്രോ പ്രോസസേഴ്സിന് പല ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിൽ കൊള്ളാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ ഒരു ഓതറുണ്ട് ബാലജി ധനലക്ഷ്മി. സോ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു 2-3 ചോദ്യം കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിരുന്നു മൈക്രോ പ്രോസസ്. അത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയണം. പിന്നെ ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ട് ഒരെണ്ണം ചോദിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക്സ് പോർഷൻ നമുക്ക് കഴിഞ്ഞ ഉടനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതുകൊണ്ടാണ് ഇത് ബിടെക് ഈസിക്കാർക്ക് ഇത് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പൊ അതില് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ പല സെക്ഷനായിട്ടാണ് ബിടെക്കിൽ പഠിച്ചിട്ടുള്ളത്. ഒന്ന് അനലോഗ് കമ്മ്യൂണിക്കേഷനും മറ്റൊന്ന് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ പല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സബ്ജക്റ്റുകളായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒരു ഒറ്റ സിലബസ് ആയിട്ടാണ് അവര് ആ ഒരു ഒറ്റ മോഡ്യൂൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ TV എന്നൊക്കെ പറയുന്നത് ടെലിവിഷൻ ആൻഡ് മൈക്രോവേവ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആയിട്ട് ഒരൊറ്റ സിലബസിൽ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ഒക്കെ കുറച്ച് ബേസിക് ഇവിടെ വരുന്നുണ്ട്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. അപ്പം കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ, കുറെ പോർഷൻസ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ, DSP ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആ ഒരു സബ്ജക്റ്റ് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. കൺട്രോൾ സിസ്റ്റം കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളും നമ്മുടെ
ഈ ഒരു മൈക്രോവേവ് കവർ ചെയ്യുന്നുണ്ട്. മൈക്രോവേവ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മൈക്രോവേവ് ആന്റിന. സോ ആ ഒരു പോർഷനും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ആന്റിന നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിക്കകത്തൊക്കെ അതല്ലെങ്കിൽ ആന്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ അങ്ങനെ ഒരു സബ്ജക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതെല്ലാം ഈ ഒരു മോഡ്യൂളിലാണ് കവർ ചെയ്യുന്നത്. ഇതില് നമ്മുടെ AC-യിൽ നിന്ന് നമ്മുടെ അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണയും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ ഇത് ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ദെൻ അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ PCM ഒക്കെ, PCM വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പൾസ് കോഡ് മോഡുലേഷൻ. സോ അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സോ DSP-ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, DSP-യിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ദെൻ നമ്മുടെ ASK FSK ഈ പോർഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ASK സോ PCM ഞാൻ പറഞ്ഞു, PCM സാമ്പിളിംഗ് തിയറം ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അപ്പൊ അതിൽ കമ്മ്യൂണിക്കേഷൻ പോർഷനിൽ നിന്നും അറൌണ്ട് 13 to 14 റേഞ്ച് ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് ചോദിച്ചു. കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് ബക്ഷി ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ലതാണ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് റെഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കാൻ പറ്റിയൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് സൈമൺ ഹേക്കിൻ. അത് കുറച്ച് ഒരു അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ആണ്, എങ്കിലും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് സൈമൺ ഹേക്കിൻ ആണ്. അപ്പൊ സൈമൺ ഹേക്കിൻ നോക്കി നമുക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അങ്ങ് പഠിക്കാൻ പറ്റില്ല, കാരണം അത് കുറച്ച് ഒരു ടഫ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. പക്ഷെ അതാണ് അതിന്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മാത്രം പഠിക്കുന്നത്. അപ്പൊ ഇത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അനലോഗും ഡിജിറ്റലും എല്ലാം വരുന്ന ഒരു കൺസോളിഡേറ്റഡ് ടെക്സ്റ്റ് ബുക്ക് ആണ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനെ കുറിച്ച് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് റെഫർ ചെയ്യാനാണെങ്കിൽ സൈമൺ ഹേക്കിൻ നല്ല ടെക്സ്റ്റ് ബുക്ക് ആണ് DC റെഫർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ AC റെഫർ ചെയ്യാൻ വേണ്ടി കെന്നഡി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ലതാണ്, കെന്നഡി. സോ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഓരോ സബ്ജക്റ്റുകളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പല ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവുകൾ മാത്രം പഠിച്ചിട്ട് പോയാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ അതിന് നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം. ദെൻ പവർ ഇലക്ട്രോണിക്സ് ഈ ഒരു പോർഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കൊടുത്തെങ്കിലും ഇതിനകത്തുനിന്ന് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ബിടെക്കിൽ പഠിച്ചിട്ടുള്ളവര് കുറെ പേരൊക്കെ അത് ചിലപ്പോൾ എലക്റ്റീവ് ആയിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഇപ്പം പുതിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ട് ഇറങ്ങിയവർക്ക് ചിലപ്പോൾ അതൊരു പുതിയ സിലബസ് അല്ലെങ്കിൽ ഒരു എലക്റ്റീവ് പേപ്പർ ആയിരിക്കാം. ഈ ഒപ്റ്റോ ഇലക്ട്രോണിക് അതല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുന്നത് എലക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഫസ്റ്റ് ഇയറിലോ അങ്ങനെയുള്ള പോർഷനിലായിരിക്കും അത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. ചില ആൾക്കാർ അത് എലക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് എന്നുള്ളത് പഠിച്ചു കാണും. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിച്ചു കാണും. ഇപ്പൊ അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. അപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ ഈ ഒരു പേപ്പർ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. കാരണം SCR UGT ഒക്കെ എവിടെയെങ്കിലും പഠിച്ചു കാണും, എങ്കിലും ഈ ഒരു ഫുൾ കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് കവർ ചെയ്ത് കാണില്ല. നിങ്ങളുടെ ബിടെക്കിൽ നിങ്ങൾ അത് കവർ ചെയ്ത് കാണില്ല, കാരണം അത് നമ്മുടെ എലക്റ്റീവ്സ് ആയിട്ടായിരിക്കും. നമ്മൾ പല കോളേജസിലും പല എലക്റ്റീവ്സ് ആയതുകൊണ്ട് നമ്മൾ പഠിക്കണമെന്നില്ല. സോ ഇതിനകത്ത് നല്ലൊരു കോൺസെൻട്രേഷൻ വേണം. കഴിഞ്ഞ തവണ 15 ചോദ്യം ഇതിനകത്ത് നിന്ന് ചോദിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണെങ്കിലും 15 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് മാത്രമാണ് ചോദിച്ചത്. ഇപ്പൊ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ PLC, മെഷറിംഗ് എക്യുപ്മെന്റ്സ്, പവർ ഇലക്ട്രോണിക്സ് ആണ് ഇതിന്റെ പകുതി പോകുന്നത്. പകുതി ആ സിലബസിന്റെ പകുതി പോർഷൻസ് പവർ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ അത് പഠിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ആ ഒരു 15 മാർക്ക് എന്ന് പറയുമ്പോൾ ആലോചിക്കണം, നമുക്ക് ആ ഒരു 100 മാർക്കിൽ 15 മാർക്കിന് അതുപോലെ വെയിറ്റേജ് ഉണ്ട്, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ അത് പഠിക്കേണ്ട ഒരു മോഡ്യൂൾ തന്നെയാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നത്. ഒരു 30 നമ്മുടെ ബേസിക്കിൽ നിന്നും ബാക്കി റിമൈനിങ് 70 ക്വസ്റ്റ്യൻസ് നമ്മുടെ കോർ സബ്ജക്റ്റുകളിൽ നിന്നുമാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ കോർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതിലൊരുവിധം എല്ലാ സിലബസുകളും ഒരു ക്യാപ്സ്യൂൾ പോലെ നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്, പോളി ലെക്ചറിന്റെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഒരു നല്ലൊരു പ്ലാനോട് കൂടി ഇതെങ്ങനെ നമുക്കൊരു 7 to 8 മന്തിൽ നമ്മൾ ഇത് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു സെൽഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കുറെ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് നമുക്ക് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിമിറ്റഡ് പീരീഡിൽ നമുക്ക് പറ്റില്ല. പഠിക്കാൻ പറ്റും, പക്ഷെ അത് ഈ ഒരു ലിമിറ്റഡ് പീരീഡിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ അതിന്
കൂടുതൽ ക്ലാസ്സസ് നമ്മൾ ടെക് PSC ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻസ് വീക്ക്ലി നമ്മൾ ലൈവ് സെഷൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ PSC മോഡൽ എക്സാംസ് ഒരു 20 മോഡൽ എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എക്സാമിന് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടെക് PSCയിലൂടെ. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ബിംബ്ര. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ബിംബ്ര എന്ന് പറയുന്നത്. അപ്പോ പവർ ഇലക്ട്രോണിക്സ് മാത്രമല്ല, ഇതിനകത്ത് ഒപ്റ്റോ ഇലക്ട്രോണിക്സിന്റെ പോർഷൻസും വരുന്നുണ്ട്. ഒപ്റ്റോ ഇലക്ട്രോണിക്സിന്റെ പോർഷനൊക്കെ ഞാൻ നേരത്തെ ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സിന്റെ ശ്രദ്ധ എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിരുന്നു. അതിനകത്തും കുറെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. സർക്യൂട്ട്സിന്റെ അകത്തും നമ്മൾ ഒപ്റ്റോ അല്ലെങ്കിൽ LED ഫോട്ടോ ഡയോഡ്സ് ആ പോർഷനൊക്കെ അതിനകത്തും നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ പവർ ഇലക്ട്രോണിക്സിന്റെ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു ബിംബ്ര എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നല്ല ടെക്സ്റ്റ് ബുക്ക് ആണ്. ദെൻ നമുക്ക് എങ്ങനെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഒരു ജനറൽ ഒരു അവയർനെസ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു എക്സാമിന് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാം നമ്മൾ നോക്കുവാണെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ ഒരു റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 30,000 പേര് മിക്ക അല്ലെങ്കിൽ നമ്മുടെ ഒരു പോളി ലെക്ചർ പോലുള്ള ഒരു എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്റെ കാൻഡിഡേറ്റ്സിന്റെ കൗണ്ട് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഒരു 30,000 കുട്ടികളോളം ഈ ഒരു കാൻഡിഡേറ്റ്സ് ഇതിന് അപ്ലൈ ചെയ്യും. എങ്കിലും അതിനകത്ത് കൺഫർമേഷൻ കൊടുക്കുന്നവര് എല്ലാവരും കൺഫർമേഷൻ കൊടുക്കില്ല. ഈ 30,000 പേരുണ്ടെങ്കിൽ ഒരു 20,000 റേഞ്ചിലുള്ള കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും കൺഫർമേഷൻ കൊടുക്കുന്നത്. അതിൽ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അതും വളരെ കുറവായിരിക്കും. കാരണം എല്ലാവരും നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു എക്സാം ഹോളിൽ പോയിരുന്നു കഴിഞ്ഞാൽ തന്നെ എത്ര പേര് അത് അറ്റൻഡ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു 16,000 കാൻഡിഡേറ്റ്സ് ആയിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രിപ്പയർ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു ഫുൾ സിലബസ് കവർ ചെയ്ത് അങ്ങനെ ഒരു പ്രിപ്പറേഷനോട് കൂടി വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതൊരു 4,000 റേഞ്ച് ആയിരിക്കും. അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും എക്സാംസ് എഴുതുന്നതാണ്. നമ്മുടെ പ്ലാനും പ്രിപ്പറേഷനും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു എക്സാം എഴുതാൻ പോകുന്നത്, എത്രമാത്രം നമ്മൾ സിലബസ് കവർ ചെയ്യും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇൻഡിവിജ്വലി ഓരോ കാൻഡിഡേറ്റ്സിനും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഫുൾ സിലബസ് ഒക്കെ കവർ ചെയ്യുന്ന കുട്ടികളുടെ ഒരു റേഞ്ച് ആണ് ഞാൻ ഈ പറഞ്ഞത് 4,000. ദെൻ ഈ ഫുൾ സിലബസും കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരു ഫുൾ റിവിഷൻ ഒക്കെ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 1,000 റേഞ്ചേ കാണും. ദെൻ കുറെ മോക്ക് ടെസ്റ്റുകളും കുറെ റിവിഷനും ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്ന 250 റേഞ്ച്. അപ്പൊ ഈ 30,000 നിന്ന് നമുക്ക് ഒരു 250 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് ആണ് ശരിക്കും ഹൈലി പ്രിപ്പയർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് അത്രയായിരിക്കും. അപ്പൊ ആ ഒരു റൈറ്റ് മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ഗൈഡൻസോട് കൂടി ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ നമുക്ക് മെയിൻ ലിസ്റ്റിൽ എത്തിച്ചേർക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് ആണ് ഈ കൊടുത്തേക്കുന്നത്. മെയിൻ ലിസ്റ്റ് നമുക്കറിയാം, നമ്മുടെ വേക്കൻസിയുടെ ഒരു ഡബിൾ ഇരട്ടി ഒക്കെ ആയിരിക്കും അതിന്റെ മെയിൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ ഏകദേശം ഒരു 120 സ്റ്റുഡൻസ് ആയിരിക്കും മെയിൻ ലിസ്റ്റിൽ വരുന്നത്. അതിൽ 60 കാൻഡിഡേറ്റ്സിനായിരിക്കും ആ ഒരു ജോബ് ലഭിക്കുക. അപ്പം ഈ അത് ഡിപ്പെൻഡിങ് ഓൺ ദ വേക്കൻസി. സോ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഒരു പ്ലാനോട് കൂടി ഈ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിടെക് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോബാണ്. വേറെ നമ്മൾ പല രീതിയിലുള്ള എക്സാംസും അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ എക്സാംസ് അങ്ങനെ പല ലെവൽ എക്സാംസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പേ സ്കെയിലും ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു പോസ്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞ് നമുക്ക് ഹയർ സ്റ്റഡീസിന് പോവാം. ഇപ്പൊ നിങ്ങളൊരു ബിടെക് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു PG ചെയ്യണമെന്നായിരിക്കും. അപ്പൊ അതിന് നമ്മൾ ഫീസ് കൊടുത്ത് വേറൊരു കോളേജിൽ പോയി നമ്മൾ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് പഠിച്ച് PG എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഈ ഒരു ജോബിൽ കയറിയിട്ട് നമുക്ക് ഹയർ സ്റ്റഡീസിന് പോവാം. ഹയർ സ്റ്റഡീസിന് വിത്ത് സാലറി നമുക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ പേ സ്കെയിൽ മാറും. അപ്പൊ അങ്ങനെ പല അഡ്വാൻറ്റേജ് ഉള്ള ഒരു ജോലിയാണിത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഈ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 22
ഒരു 39 ആണ്. ആ ഒരു 20 അല്ലെങ്കിൽ 21 ഏജിൽ ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് നമ്മൾ ക്വാളിഫൈ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അതിൽ വലിയൊരു അച്ചീവ്മെന്റ് നമ്മുടെ ലൈഫിൽ കിട്ടത്തില്ല. സോ അതാണ് ഈ ഒരു ജോബിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതും ഒരു ബിടെക് കാൻഡിഡേറ്റിന് ഒരു ലെക്ചറർ എന്ന് പറയുന്ന വളരെ എന്താ പറയുന്ന ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നമ്മൾ കയറാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അത് നിങ്ങൾ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ ടോപ്പിൽ എത്തണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിലബസ് മാത്രം കവർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെൽഫ് സ്റ്റഡിയിലൂടെ മാത്രം നിങ്ങൾക്ക് ആ ഒരു ടോപ്പ് പൊസിഷനിൽ എത്താൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ പല സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് ഒരാളിരുന്ന് സെൽഫ് പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു 7 മന്ത് കൊണ്ട് ഒരിക്കലും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യണം. അത് മാത്രം പോരാ, അതിന് ഒരു മെന്റർ വേണം, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. ഒരു ഡെയിലി റിവിഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം. ഇന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെന്റർ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓരോ ദിവസവും നമ്മളത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. അങ്ങനെ ഒരു കണ്ടിന്യൂസ് അസസ്മെന്റിലൂടെയും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനിലും കൂടെ നമുക്ക് ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ക്വാളിറ്റി ടോപ്പിക് വൈസ് എക്സാം, അതുപോലെ തന്നെ ഫുൾ സിലബസ് ബേസ്ഡ് എക്സാം, അതുപോലെ തന്നെ അതിന്റെ ഫീഡ്ബാക്കുകൾ, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മളിപ്പോ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുകയാണ്, ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നു, ആ എക്സാമിന്റെ നമുക്ക് അതിന്റെ ഒരു ആൻസർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു, അതിനകത്ത് എത്ര എണ്ണം റൈറ്റ് ആണ്, എത്ര എണ്ണം റോങ് ആണ്, അത് ആ ഒരു ഫീഡ്ബാക്ക് മനസ്സിലാക്കി നമ്മൾ അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കൂടുതൽ എക്സാംസുകൾ അറ്റൻഡ് ചെയ്ത് അപ്പം നമുക്ക് വളരെ സ്പീഡായിട്ട് നമുക്ക് ആൻസേഴ്സ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം ജസ്റ്റ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് ഓപ്ഷൻസ് ചിലപ്പോൾ മാറ്റി നമ്മൾ കുത്താം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം, കൂടുതൽ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു ടോപ്പ് പൊസിഷനിൽ എത്താൻ പറ്റൂ. കാരണം ഇത് അതുപോലെ ഉള്ളൊരു പോസ്റ്റ് ആണ്, അത്രയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമ്മൾ കളയാതെ നമ്മൾ അതിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമുക്കൊരു ക്വാളിറ്റി ടീച്ചിങ് വേണം, അതുപോലെ തന്നെ ഒരു ഗൈഡൻസും വേണം. ഗൈഡൻസ് മീൻസ് നിങ്ങളെ ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്യാൻ ഒരു മെന്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടീച്ചറിനോട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നു, നമ്മൾ ലൈവ് സെഷൻ ഡിസ്കസ് ചെയ്യുന്നു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ, ഡയറക്റ്റിംഗ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് മാത്രമല്ല, നമുക്ക് ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മൺഡേ ടു തേഴ്സ്ഡേ ആണ് നമ്മൾ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്ക്ലി 4 days ലൈവ് സെഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രൈഡേ അത് നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. അപ്പൊ മൺഡേ ടു തേഴ്സ്ഡേ ലൈവ് ക്ലാസ്സസ് ആണ്, ഒരു ഡേ നമ്മൾ റിവിഷൻ ആണ്. ദെൻ സാറ്റർഡേ ആൻഡ് സൺഡേ മോഡൽ എക്സാംസ്, വീക്ക്ലി നമ്മൾ മോഡൽ എക്സാംസ് നടത്തും. അതുപോലെ തന്നെ നമ്മൾ PSC മോഡൽ 20 PSC മോഡൽ എക്സാംസ് നടത്തുന്നുണ്ട്. അതുകൂടാതെയാണ് ഈ വീക്ക്ലി മോഡൽ എക്സാംസ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു 3 months കൂടി നമ്മൾ ഈ ഒരു സിലബസ് എൻറ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതാണ്. കാരണം നമുക്കൊരു അധികം സമയമില്ല, നമുക്കൊരു 7 to 8 months ഉള്ളൂ. ആ ഒരു 3 months അല്ലെങ്കിൽ 4 months കൊണ്ട് നമുക്ക് ആ ഒരു ലൈവ് സെഷൻസോടുകൂടി നിങ്ങൾ എൻറ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്ത് തരുന്നതാണ്. അത് പാരലി നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഓരോ ലൈവ് സെഷൻസും കഴിയുമ്പോൾ അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, PDF ആയിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരും. അങ്ങനെ അതുപോലെ നമ്മൾ ഒരു 5000-ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, മോക്ക് ടെസ്റ്റുകളായിട്ടും ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസും അതുപോലെ തന്നെ വേണ്ട മെന്റർഷിപ്പും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സിലബസ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ സിലബസ് കൊണ്ട് ഒരു സെൽഫ് സ്റ്റഡി കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു നേട്ടം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടുന്ന എല്ലാ സഹായവും
ടെക് പി എസ് സിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ദെൻ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ്, അതായത് നിങ്ങൾ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക, ഡെയിലി തരുന്ന നോട്ട്സുകൾ നിങ്ങൾ റീഡ് ചെയ്യുക, അത് വായിച്ച്, അതായത് ഒരു ക്ലാസ് കഴിയുമ്പോൾ അന്ന് തന്നെ അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, PDF ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിന്റെ നിങ്ങളുടേതായിട്ടുള്ള ഷോർട്സ് നോട്ട്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ മാത്സ് ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ഇക്വേഷൻസ് വരും, അല്ലെങ്കിൽ സർക്യൂട്ട്സിലൊക്കെ വരുവാണെങ്കിൽ ചെറിയ ചെറിയ ഇക്വേഷൻസ് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമുക്ക് എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളുടേതായ ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അപ്പൊ നമ്മൾ അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അതിന്റെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം. ദെൻ അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ അത് മസ്റ്റ് ആണ്. കാരണം നമ്മളിപ്പോ ഒരാഴ്ച എന്താണോ പഠിക്കുന്നത് അത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എല്ലാ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സിലബസുമായിട്ട് നല്ലൊരു ഇത് വരണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ പോലെ തന്നെ മന്ത്ലി റിവൈസ് ചെയ്യുക, ഓരോ മോഡ്യൂൾസും റിവൈസ് ചെയ്യുക, പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും പാരലി നമ്മൾ എല്ലാ ക്ലാസ്സസും നമ്മൾ ലൈവ് സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന എല്ലാ സെഷൻസിന്റെ റിവിഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഒരു ഫൈനൽ റിവിഷൻ, എക്സാമിന് മുമ്പ് വേണ്ടി ഒരു ഫൈനൽ റിവിഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫുൾ സിലബസ്, നമ്മൾ ഒരു മോഡ്യൂൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും എക്സാമിന് പോകരുത്. എല്ലാ മോഡ്യൂൾസും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ മെന്റർഷിപ്പും അല്ലെങ്കിൽ ഗൈഡ്ഷിപ്പും നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ടെക് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ടാസ്ക് നിങ്ങൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.